സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 2025 മെയ് 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഒരാഴ്ചയുടെ തുടക്കമായിരുന്നു. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് വെബ് ടെക്നോളജീസിൻ്റെ ഓഹരികൾ 15% ഉയർന്നു. 2025 മാർച്ച് 31 അവസാനിച്ച പാദത്തിൽ കമ്പനിയുടെ അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 45% വർദ്ധിച്ച് 43 കോടി രൂപയായി ഉയർന്നതിനെ തുടർന്നാണ് തിങ്കളാഴ്ച BSEയിലെ ഇൻട്രാഡേ വ്യാപാരത്തിൽ നെറ്റ് വെബ് ടെക്നോളജീസിന്റെ ഓഹരികൾ 18% ഉയർന്ന് 1681 രൂപയായത്. AI സിസ്റ്റംസ് വിഭാഗത്തിലെ ശക്തമായ പ്രകടനവും ഗവൺമെന്റിൽ നിന്നുള്ള എന്റർപ്രൈസസ് ക്ലയന്റുകളിൽ നിന്നുമുള്ള ശക്തമായ ഡിമാൻഡുകളുമാണ് വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. അദാനി സ്റ്റോക്കുകളിൽ 14% റാലി. അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ പ്രതിനിധികൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് മെയ് 5 തിങ്കളാഴ്ച അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ 14% വരെ ഉയർന്നു. കൈക്കൂലി അന്വേഷണത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ കൂടിക്കാഴ്ച. ഈ വാർത്ത വന്നതിനു പിന്നാലെ അദാനി എന്റർപ്രൈസസിന്റെ ഓഹരികൾ 8%, അദാനി ടോട്ടൽ ഗ്യാസ് 14%, അദാനി പോർട്സ്, അദാനി പവർ, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ഗ്രീൻ എനർജി എന്നിവയും 7% മുതൽ 10% വരെയും നേട്ടമുണ്ടാക്കി. അതേസമയം അംബുജ സിമെന്റ്സ്, ACC എന്നിവ 3% മാത്രം നേട്ടമുണ്ടാക്കി എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ നവംബറിൽ ഇന്ത്യൻ വൈദ്യുതി വിതരണ കരാറുകൾ നേടിയെടുക്കുന്നതിനായി കൈക്കൂലി നൽകിയെന്നും ഫണ്ട് ശേഖരണ സമയത്ത് US നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപിച്ച് US അധികൃതർ അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു. $750 മില്യൺ അദാനി ഗ്രീൻ എനർജി ബോണ്ട് ഓഫറിങ്ങിനിടെ കൈക്കൂലി വിരുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ദശലക്ഷക്കണക്കിന് കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു SEC അദാനിക്കെതിരെ സമൻസ് നൽകിയത്. CDSL ഓഹരികൾ 5%-ലധികം ഇടിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ 4-ാം പാദത്തിലെ ലാഭത്തിൽ 22% വാർഷിക ഇടിവ് രേഖപ്പെടുത്തി 100 കോടി രൂപയായി. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6.7% കുറഞ്ഞ് 224 കോടി രൂപയായി. തിങ്കളാഴ്ചത്തെ ഇൻട്രാഡേ ട്രേഡിൽ NSEയിൽ CDSL ഓഹരികൾ 5%-ലധികം ഇടിഞ്ഞ് 1260 രൂപയായി. ഡിപ്പോസിറ്ററി സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം 2024-25 സാമ്പത്തിക വർഷത്തെ 4-ാം പാദത്തിൽ 181 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് 185 കോടി രൂപയായിരുന്നു. ഡാറ്റ എൻട്രി, സംഭരണം എന്നിവയിൽ നിന്നുള്ള വരുമാനം 55 കോടി രൂപയിൽ നിന്നും 42 കോടി രൂപയായി കുത്തനെ ഇടിഞ്ഞു. എന്നിരുന്നാലും ഡിപ്പോസിറ്ററി സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം 67 ലക്ഷത്തിൽ നിന്ന് 69 ലക്ഷമായി നേരിയ തോതിൽ ഉയർന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഓഹരി വിപണിയിലെ ജനങ്ങളുടെ പങ്കാളിത്തം തിരിച്ചറിയാനുള്ള ഏറ്റവും മികച്ച സ്രോതസ്സാണ് CDSL ഡിപ്പോസിറ്ററി സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം. മാർട്ട് റീറ്റെയിൽ ഓഹരികൾ 6% ഇടിഞ്ഞു. മികച്ച 4-ാം പാദ ഫലങ്ങൾ, ബോണസ് ഇഷ്യൂ പ്രഖ്യാപനം എന്നിവ ഉണ്ടായിരുന്നിട്ടും മാർട്ട് റീറ്റെയിൽ ഓഹരികൾ ഇന്ന് 6% ഇടിഞ്ഞു. 2025 മാർച്ച് പാദത്തിലെ സാമ്പത്തിക പ്രകടനത്തിൽ മികച്ച മുന്നേറ്റം റിപ്പോർട്ട് ചെയ്യുകയും 3:1 എന്ന റേഷ്യോയിൽ ബോണസ് ഓഹരി ഇഷ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴും മാർട്ട് റീറ്റെയിലിന്റെ ഓഹരി വില തിങ്കളാഴ്ച 6.2% വരെ ഇടിഞ്ഞ് 3161 രൂപയായി. 2025 മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ വാല്യൂ ഫാഷൻ റീറ്റെയിലർ 19 കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് 39 കോടി രൂപയുടെ നഷ്ടമായിരുന്നു. വരുമാനം 2024 മാർച്ചിലെ പാദത്തിലെ 669 കോടി രൂപയിൽ നിന്ന് ഉയർന്ന് 17% അഥവാ 780 കോടി രൂപയായി. ഹോൾഡ് ചെയ്യുന്ന ഓരോ ഓഹരിക്ക് അധികമായി 3 ഓഹരികൾ ലഭിക്കുന്ന ബോണസ് ഇഷ്യൂ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. ബയോകോൺ US വിപണി പ്രവേശനം. ബയോകോൺ ബയോളജിക്സ് യെസിൻടെക് US വിപണി പ്രവേശനം ഉറപ്പാക്കുന്നു. ക്രോൺസ് രോഗം, അൾസറേറ്റീവ് കൊളൈറ്റിസ്,
പ്ലാക്ക് സോറിയാസിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നിവയുടെ ചികിത്സക്കായി അംഗീകരിച്ച ബയോസിമിലറായ എസിൻടെക്കിനായി US-ൽ ഒന്നിലധികം കരാറുകൾ നേടിയിട്ടുണ്ടെന്ന് ബയോകോൺ ലിമിറ്റഡ് തിങ്കളാഴ്ച അറിയിച്ചു. ഇത് സാധാരണ ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നതിന് കൂടുതൽ ചിലവ് കുറഞ്ഞ ചികിത്സാ ഓപ്ഷനുകളിലേക്ക് രോഗികളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്ന് ബയോകോൺ ബയോളജിക്സ് പറഞ്ഞു. ബയോകോൺ ബയോളജിക്സ് എസിൻടെക് ഒരു പ്രധാന നാഴികക്കല്ലാണ് പ്രതിനിധീകരിക്കുന്നത്. കാരണം പൂർണ്ണമായും സംയോജിത ബയോസിമിലേഴ്സ് കമ്പനിയായി ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആരംഭിച്ച ആദ്യത്തെ ഉൽപ്പന്നമാണിത്. ബയോകോൺ ബയോളജിക്സ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീഹാസ് ടാംബെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വില ഇടിഞ്ഞു. 4ാം പാദത്തിലെ ലാഭത്തിലുണ്ടായ ഇടിവിന് ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വില 2025 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വില ഇടിഞ്ഞു. 2025 സാമ്പത്തിക വർഷത്തിലെ അവസാന പാദത്തിൽ പലിശ വരുമാനത്തിൽ വർധനവുണ്ടായിട്ടും കമ്പനിയുടെ അറ്റാദായത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയതിനാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഓഹരി വില 2% ഇടിഞ്ഞ് മാർച്ച് 31 അവസാനിച്ച 3 മാസങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ അറ്റാദായം മുൻ വർഷത്തെ അപേക്ഷിച്ച് 10% കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ അറ്റാദായം 18,643 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും പലിശ വരുമാനം അഥവാ പ്രധാന വരുമാനം 2.7% വർദ്ധിച്ച് 42,775 കോടി രൂപയായിട്ടുണ്ട്. ഇന്ന് രാവിലെ SBI ഓഹരികൾ 2.25% വരെ ഇടിഞ്ഞ് 782 രൂപയിലെത്തിയിരുന്നു. എങ്കിലും വൈകുന്നേരത്തോടെ ഒരൽപ്പം ഉയർന്ന് 790 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മാരിക്കോ ഓഹരികൾ 5% ഉയർന്നു. മാരിക്കോ ഓഹരികൾ 5% ഇന്ന് ഉയർന്ന് 733 രൂപയിലെത്തി. 4ാം പാദത്തിലെ ലാഭം 8% വാർഷികാടിസ്ഥാനത്തിൽ ഉയർന്ന് 343 കോടി രൂപയായതോടെ മാരിക്കോ ഓഹരികൾ ഇന്ന് 5% ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 318 കോടി രൂപയായിരുന്നു. മാരിക്കോയുടെ വരുമാനം 20% വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് പാരച്യൂട്ട്, സഫോള ഓയിൽ തുടങ്ങിയ ബ്രാൻഡുകളുടെ മുഖ്യ വിതരണക്കാരായ ഈ കമ്പനി വാർഷികാടിസ്ഥാനത്തിൽ 300 ബേസിസ് പോയിന്റ് ലാഭവിഹിതം ചുരുങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊപ്ര, സസ്യ എണ്ണ വിലകളിലെ വർധനവാണ് ഇതിന് പ്രധാന കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ തിരിച്ചു കയറുന്ന US മാർക്കറ്റ്. ഇന്ന് US മാർക്കറ്റ് 1% ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ തിരിച്ച് കയറി വന്നിരിക്കുകയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത അതേ പ്രൈസിലേക്ക് മാർക്കറ്റ് കയറി എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മുകളിലോട്ട് കയറി പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഏകദേശം ഇത്രയൊക്കെ തന്നെയാണുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ഉറപ്പാക്കാനും നിങ്ങൾ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു.